ഹലോ ഗൈസ്, വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ചായ ഇടുന്ന പരിപാടിയാണ്. കുരുപ്പുകൾക്ക് നല്ല മഴ വരുന്നുണ്ട്, അതുപോലെ തന്നെ മിന്നലും ഇടിയൊക്കെ ഉണ്ട്. അപ്പുറത്ത് കുരുപ്പുകൾ ഇടിയാൻ തോന്നുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ബഹളമൊക്കെ. 3-4 ദിവസങ്ങളും ഉണ്ട് വൈകുന്നേരം നല്ല മഴയാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും വൈകുന്നേരത്തെ മഴയായിരിക്കും. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ജോലിത്തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ഇതുപോലെ ഇടിവെട്ടി ഒരു മഴയും കൂടെ വരുന്നത്. ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് ചൂട് പൊറോട്ടയും ബീഫ് കറിയൊക്കെ കഴിക്കാൻ തോന്നും. മഴ പെയ്യുമ്പോൾ ഇറങ്ങി നിന്ന് കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ ബാൽക്കണിയൊന്നും ഇല്ല കേട്ടോ. ചുറ്റിനും മതിൽക്കെട്ടായതുകൊണ്ട് തന്നെ അകത്തിരുന്ന് കഴിഞ്ഞാൽ മഴയുടെ സൗണ്ട് മാത്രമേ കേൾക്കാറൂ. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴേ ചാടി പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. ആകപ്പാട് മഴയുടെ ഒരു അംശമെങ്കിലും കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ. എന്റെ പല വീഡിയോകളിലും ഈ ഒരു ഏരിയയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. രാത്രിയിലൊക്കെ പെയ്യുന്ന മഴ ആസ്വദിക്കുന്ന ഇവിടെ നിന്നിട്ടാണ്. ഈ ഭാഗത്തൊരു കസേരയൊക്കെ ഇട്ടിരുന്ന് ഫിഷ് പോണ്ടിലേക്കൊക്കെ നോക്കി ആ മഴത്തുള്ളികളെ നോക്കിയിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ചാനൽ തുടങ്ങി അന്ന് മുതൽ ഞാൻ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളായിരുന്നു. എന്നാൽ 1-2 ഷോർട്സിൽ വന്ന കമന്റുകളാണ് കൂടുതൽ ലോങ് വീഡിയോയുടെ തന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളെ 80s 90s കിഡ്സിനെയൊക്കെ പോലെ മഴ ആസ്വദിക്കാനുള്ള കഴിവോ ആഗ്രഹമോ ഒന്നും നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക്. അവർ ഫ്രീ ആയിട്ട് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടിവിയുടെ മുമ്പിൽ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫോൺ കൈ കൊടുക്കണം. നമ്മുടെ കുട്ടിക്കാലത്ത് പലതും നമ്മൾ അനുഭവിച്ച ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ചെയ്യാം. അവർക്ക് ആകെപ്പാടെ നമുക്ക് കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യം പൊറോട്ട ബീഫിന്റെ ടേസ്റ്റ് മാത്രമാണ്. വേറെ ഒരു കാര്യങ്ങളും അവർക്കറിയത്തില്ല. എന്തിനേറെ പറയുന്നത് നമ്മുടെ ചുറ്റുപാടി കാണുന്ന ഫലവൃക്ഷങ്ങളിലെ കായകൾ എന്താണെന്ന് പോലും അറിയും. അതേപോലെ തന്നെ താറാവ് ഏതാ കോഴി ഏതാണെന്ന് പോലും തിരിച്ചറിയുന്നത്. അവർക്കിപ്പോൾ ആകെ അറിയാവുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെയും ഫുട്ബോൾ കളിക്കാരെ അതേപോലെ തന്നെ കൊറിയൻ സിനിമാ നടന്മാരെയൊക്കെയാണ്. പറഞ്ഞു ബോധിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനുള്ള സമയം നമുക്കില്ല. എന്തായാലും മഴ അല്ലല്ലോ വെയ്യല്ലേ, നമുക്കൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ആകെപ്പാടെ അടുക്കളയിൽ കയറി പെരുമാറാൻ അറിയാവുന്നത് ചായയിടലും മുട്ട പൊരിക്കലും മാത്രമാണ്. പിന്നെ ഒരു അച്ചാറിടൽ പരീക്ഷണമാണ് എത്തി. അത് പിന്നെ പറയേണ്ടതില്ല. ചായ ഇടാൻ കയറുമ്പോൾ തന്നെ വളരെ ടെൻഷനാണ്. പാല് തിളച്ചു പോവോ, അല്ലെന്നുണ്ടെങ്കിൽ കടുപ്പം കൂടി പോവോ, മധുരം കൂടി പോകുന്നുള്ള ടെൻഷൻ. അങ്ങനെയുള്ള നമ്മളാണ് ഇവിടെ അച്ചാറിടാൻ പോകുന്നത്. പക്ഷേ ചായ ഇടാൻ അറിയത്തില്ലെന്നല്ല കേട്ടോ. ശ്രദ്ധ തെറ്റാതെ നല്ലപോലെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചായ ഇടും. ഉരുപ്പോടപ്പുറത്ത് ഇടിയോടിയാണ്. ചായ ഇടുന്ന കോൺസെൻട്രേഷൻ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പാടും. മെയിനായിട്ട് എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ പാല് തിളച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പാൽ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ മറ്റു സാധനങ്ങളെല്ലാം അടുപ്പിച്ചു പോകും. കാര്യം പാല് തിളച്ചു കൂടുന്ന സമയത്ത് തേയിലയും പഞ്ചസാരയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് പാല് മൊത്തം വെളിയിൽ പോയി രാസപാത്രം മാത്രമായിരിക്കും അവിടെ ഇരിക്കും. ഏതായാലും നമ്മുടെ ചായയുടെ പരിപാടി ഫൈനലോട് എടുക്കുന്നു. തിളച്ചു പൊങ്ങുന്ന പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഞ്ചസാര ഇടുന്ന പരിപാടിയാണ്. ചിലരൊക്കെ ചെയ്യാറുണ്ടല്ലോ, പാല് തിളയ്ക്കുമ്പോഴത്തേക്ക് പഞ്ചസാര ഇടും, പിന്നീടാണ് തേയില ഇടാറ്. എന്റെ പരിപാടി നേരെ മറിച്ചാണ്. പാലും തേയിലയും കൂടെ അടുപ്പി കിടന്നിങ്ങനെ തിളച്ച് തൂവുന്ന സമയത്ത് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരും. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചായയുടെ പരിപാടിയാണ് കേട്ടോ. പ്രൊഫഷണൽ ചായടിക്കാരനല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ചായ വീശിയടിക്കാൻ നമുക്കറിയാം കേട്ടോ. സാധാരണ 2 മീറ്ററൊക്കെയാണ് ചായ വീശിയടിക്കാറ്. നമ്മൾ 1-1.25 പോകാറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെന്തെന്ന് ചായ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടകളിലൊക്കെ പോയി കുടിക്കുന്ന ചായയുടെ ഒരു ടേസ്റ്റ് കിട്ടും. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഹാട്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എന്ത് സംഭവം എപ്പോഴാണ് ഗുണപ്പെടുത്തുന്നതെന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ വീശി അടിച്ച ചായ നമ്മുടെ വൈഫിനും കുടിപ്പോൾക്കും ഭയങ്കര ഇഷ്ടം. നമ്മളെ സൂപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചായ അടിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും എപ്പോൾ നമ്മൾ ചായ ഇട്ടാലും നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. വീഡിയോ എടുത്ത് എഡിറ്റിങ്ങിന് ഇട്ടപ്പോഴാണ് എൻ്റെ വയറിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചത്. വയറ് ദിനം പ്രതി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കേണ്ടതുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് എന്നെ മാറാതെ നമ്മുടെ ചായയുടെ പരിപാടിയിലേക്ക് പോവാണ്. കുരിപ്പുകൾക്ക് 2 പേർക്ക് ചോട്ടാ ക്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത്. കുരിപ്പുകൾക്ക് സ്ഥിരം നമ്മൾ ചായ കൊടുക്കാറില്ല കേട്ടോ. കുട്ടികൾക്ക് അധികം ചായ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിള്ളേർക്ക് പാലോ ഓർലക്സോ ബൂസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ കോഫിയൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. അകത്തിരുന്ന് ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റും. എന്തായാലും മഴ കേട്ടോണ്ടും കണ്ടോണ്ടും ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.